കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും എന്നൊക്കെ പറഞ്ഞതുപോലെ അതുപോലെയാണ് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും. അതൊക്കെ ഒരു ഒരു വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ ചുറ്റുവട്ടത്തിന് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇത് അൻവറിനെ മനസ്സിലാക്കിയ കേട്ട ആളുകൾക്കൊക്കെ ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അൻവറിനെ ചേർത്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഐക്യജനാധിപത്യ മുന്നണി നടത്തിയിട്ടുണ്ടെങ്കിലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലൊക്കെ പ്രതികരണങ്ങളും ഇടപെടലുകളൊക്കെ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഇന്ന് അൻവർ സ്വതന്ത്രനായി മാറാൻ കാരണമായത് എന്നുള്ളത് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഇറലവൻ്റ് ആകുന്നില്ല എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നുണ്ട്. അത് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ വലിയ ഭരണപരാജയങ്ങളും വലിയ അവരുടെ അന്യായങ്ങളുമാണ്. അത് ചേലക്കരയിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പും പൊടുന്നനെ ജയിച്ചു മാത്രമാണ് ജനവികാരം വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കുക എന്നൊരു വസ്തുതക്ക് രാഷ്ട്രീയത്തിൽ വലിയ ഇടമൊന്നുമില്ല വേണു. കാരണം ചേലക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിന് CPM ജയിച്ചൊരിടത്താണ് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അവർ രക്ഷപ്പെട്ടു പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. നിങ്ങൾ കേരളത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ഭരണമുന്നണികൾക്ക് വ്യക്തമായ മേൽക്കൈ കിട്ടുന്ന ഒന്നാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും. പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലാണ് ആ ഒരു കേരളത്തിൻ്റെ കീഴ്വഴക്കം അട്ടിമറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിത് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റാണ്. ആ സീറ്റിൽ ഇവിടെ അൻവറും കൂടി മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിജയപ്രതീക്ഷകൾക്ക് വലിപ്പവും വർദ്ധിക്കുകയാണ്, ചിറകുകൾ വിടർത്തുന്നൊരു സാഹചര്യമാണുള്ളത്. കാരണം